ഡെയിലി റീചാർജിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് പഴയ നിയമത്തിൽ നിന്ന് ഒരു തിരുവചനം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ വാക്യം. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാകുമോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമക്കളെ, വളരെ അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയുടെ നിറം ബ്ലാക്ക് അത് മാറ്റാൻ പറ്റില്ല. പുള്ളിപ്പുലിക്ക് തൻ്റെ ശരീരത്തിലെ ഡിസൈന് അതും ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ അസാധ്യമായ ഈ രണ്ട് കാര്യങ്ങളും ഒരിക്കലും നടക്കില്ല. പക്ഷേ നിനക്ക് തിന്മ ചെയ്ത് ശീലിച്ചു പോയ നിനക്ക് നന്മ ചെയ്യാൻ കഴിയും എന്ന് കർത്താവ് പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന നിങ്ങളാരും തന്നെ വലിയ മാരക പാപമൊന്നും ചെയ്യുന്നവരല്ല, എനിക്കറിയാം. പക്ഷേ നമ്മൾ പലപ്പോഴും ചില ചെറിയ ചെറിയ തിന്മകൾ നിത്യേന എന്നതുപോലെ ചെയ്യുന്നവരാണ്. മറ്റുള്ളവരുടെ കുറ്റം പറയുക, ചെറിയ കാര്യങ്ങൾക്ക് പോലും കളവ് പറയുക, അഹങ്കാരത്തിൻ്റെ ചില മനോഭാവങ്ങൾ, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ചിന്താഗതികളൊക്കെ വെച്ചു പുലർത്തുക, പെട്ടെന്ന് കോപിക്കുക. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുമുണ്ട്. പലപ്പോഴും ഇതൊന്നും മാറ്റിക്കളയാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഈശോയോട് ചേർന്നിരുന്നാൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ചില മണിക്കൂറുകളൊക്കെ ഒന്നിരിക്കാൻ പറ്റുമോ? അത്ഭുതകരമായ വ്യതിയാനം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ അധികമായി വെളിപ്പെടുന്നതിനനുസരിച്ച് നമ്മളിൽ നിന്ന് തിന്മയുടെ സകല സ്വാധീനങ്ങൾ നീങ്ങിപ്പോകും. ഫ്രാൻസിസ് സാലസ് എന്ന വിശുദ്ധനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഭയങ്കര കോപിഷ്ഠനായിരുന്നു. പഠിക്കുന്ന സമയത്ത് സഹപാഠികളെ കുനിച്ച് നിർത്തി മുട്ടുകൊണ്ട് വയറിനിട്ട് നല്ല ഇട്ടി കൊടുക്കുന്ന ആളായിരുന്നു. ഈശോയോട് പോലും കോപിച്ചിട്ടുണ്ട്. ചക്രാരിയിലേക്ക് നോക്കി ഈശോയോട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഫ്രാൻസിസ് സാലസ് മണിക്കൂറുകൾ കർത്താവിൻ്റെ മുമ്പിലിരുന്നു. ഒടുവിൽ ഏറ്റവും താഴ്മയുള്ളവനായി, എളിമയുടെ അപ്പസ്തോലനായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ആ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു, നമ്മളാരും വലിയ പാപമൊന്നും ചെയ്യുന്നവരല്ല. പക്ഷേ നമ്മളൊരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നടന്നു പോകുമ്പോൾ വലിയ കല്ലൊക്കെ കണ്ടാൽ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകും. എന്നാൽ നമ്മുടെ കണ്ണിൽപ്പെടാത്ത, നമ്മൾ ശ്രദ്ധിക്കാത്ത ചില ചെറിയ കല്ലിലൊക്കെ തട്ടുമ്പോഴാണ് നമ്മൾ വീഴാൻ തുടങ്ങുന്നത്. ഇതുപോലെ വലിയ പാപമൊന്നും ചെയ്തില്ലേലും ചില ചെറിയ തിന്മകൾ നമ്മളിൽ അവശേഷിക്കുന്നത്, അത് നമ്മുടെ വീഴ്ചയ്ക്ക് അത് കാരണമാകാം. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ എത്യോപ്യക്കാരന് തൻ്റെ തൊലിയുടെ നിറമോ മാറ്റാൻ കഴിയത്തില്ലെങ്കിൽ പോലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ്റെ സാന്നിധ്യത്തോട് നമ്മൾ ചേർന്നിരുന്നാൽ നിശ്ചയമായിട്ടും നമുക്കിതിൽ നിന്ന് വിടുതൽ കിട്ടും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.